നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വിശദമായൊരു ഇൻ്റർവ്യൂ ഇന്ന് പോർച്ചുഗീസ് മാധ്യമം പ്രസിദ്ധീകരിക്കും. രാത്രി 9 മണിക്കാണ് അവരുടെ ആ ഒരു പ്രസിദ്ധീകരണം ഉണ്ടാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് സമയം രാത്രി 9 മണി. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് നാളെ പുലർച്ചയോടുകൂടിയായിരിക്കും അത് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരിക. പക്ഷേ അതിന് മുമ്പ് തന്നെ അതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരു ട്രെയിലർ എന്ന രൂപത്തിലോ മറ്റോ ഒക്കെ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൽ ക്രിസ്ത്യാനോ തൻ്റെ ഭാവിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഭാവിയിൽ അദ്ദേഹം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഫുട്ബോളിൽ തന്നെ കോച്ചായിട്ട് തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതല്ല മറ്റു വല്ല കാര്യങ്ങളിലേക്കുമാണോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോവുക, ഇതൊക്കെ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അറ്റ് ദി മൊമെൻറ്റ് ഞാൻ കോച്ചാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഏതെങ്കിലും ടീമിൻ്റെ കോച്ചാവണം എന്നുള്ളത് എൻ്റെ മനസ്സിലേക്ക് വരുന്നുമില്ല. ഏതായാലും എൻ്റെ ഫ്യൂച്ചർ വ്യത്യസ്തമായ മേഖലയിലായിരിക്കും എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. ഫുട്ബോളിന് പുറത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ ഭാവി എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന്. ഇതാണ് CR7 മറുപടി. ചുരുക്കത്തിൽ നിലവിൽ അദ്ദേഹം ഫുട്ബോളിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ കോച്ചാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ടീമിൻ്റെ കോച്ചാവണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല ഇപ്പോൾ. അതേസമയം ഫുട്ബോളിന് പുറത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നു. അത് നമുക്കറിയാം. അദ്ദേഹം ഓൾറെഡി കുറേ ബിസിനസ്സുകളൊക്കെ തുടങ്ങിയത് നമുക്കറിയാവുന്നതാണ്. നല്ല രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. അതാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലാൻ. പക്ഷേ എല്ലാവരെയും പോലെ ഭാവി എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല എന്ന് CR7 പറയുന്നു. ഏതായാലും CR7 കോച്ചാവുകയാണെങ്കിൽ അത് ഗ്രാൻഡ് സക്സസ് ആവും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം വളരെ പ്രഗത്ഭരായിട്ടുള്ള കോച്ചുമാരിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് വളർന്ന ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. സർ അലക്സ് ഫെർഗൂസൻ, അതുപോലെ തന്നെ ഹോസെ മൊറീഞ്ഞോ, പിന്നെ സിനദിൻ സിദാൻ, ഇവരുടെയൊക്കെ കീഴിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ വിസ്ഡവും അദ്ദേഹം ഇവരിൽ നിന്ന് ആർജിച്ചിട്ടുള്ള ആ നോളജും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു കിടിലൻ കോച്ചായി ക്രിസ്ത്യാനോ മാറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.